ന്യൂനപക്ഷങ്ങൾ പ്രീണിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകേണ്ട പ്രബുദ്ധതയാണ്. ഞങ്ങളങ്ങനെ പ്രീണനങ്ങളിൽ വീഴാറില്ല ഞങ്ങളുടെ ഓർഗനൈസേഷൻ സംബന്ധിച്ചോളം. കാരണം കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉള്ളതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഞങ്ങളെ സമീപിച്ചെന്നിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് സമൂഹത്തെക്കുറിച്ചും ഓരോ പ്രസ്ഥാനങ്ങളെ കുറിച്ചുമുള്ള വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാറുണ്ട്. വിവാദങ്ങൾ ഉണർത്തുന്ന ആളെ പിന്തുണയ്ക്കുക എന്നതിനപ്പുറം ഉയർത്തിയ വിഷയങ്ങൾ ഏത് ഭാഗത്തു നിന്നാണോ ശ്രദ്ധ ഉണ്ടാവേണ്ടത് ആ ഭാഗത്ത് നിന്ന് ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ പ്രധാനം. ഒരു വ്യക്തി, ഒരു പാർട്ടി, ഒരു വിവാദം എന്നതിനപ്പുറം ഉയർത്തിയ വിഷയങ്ങൾ ന്യായമാണെങ്കിൽ ഗവൺമെന്റാണ് തിരുത്തേണ്ടതെങ്കിൽ ഗവൺമെന്റ്, സംവിധാനങ്ങളാണെങ്കിൽ അങ്ങനെ. അപ്പോ സമൂഹത്തിന് ഹാനികരമായ ഇടപെടലുകൾ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റുകൾ തിരുത്തി സമൂഹത്തിനും നമ്മുടെ ജനതയ്ക്കും ക്ഷേമകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് ഞങ്ങളുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ലീഡേഴ്സ് ഇടപെട്ട് അതിന് വേണ്ടത് ചെയ്യും. അല്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് പാർഷ്യലായിട്ട് ഇടപെടുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്നു എന്നതാണ് അദ്ദേഹം ഉയർത്തിയ വിവാദങ്ങളിലേക്ക് ഒരു ആത്മാവ്. അങ്ങനെ പാർഷ്യലായിട്ട് ഡിപ്പാർട്ട്മെന്റുകൾ ഇടപെടരുത്, അത് എല്ലാവർക്കും വേണ്ടതാണ്. ഇനി എവിടെ നിന്നാണ് കറക്റ്റ്നെസ് വേണ്ടത് അത് ഗവൺമെന്റിൽ നിന്നാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അത് വിവാദം ഉയർത്തപ്പെട്ട വിഷയം ശരിയാണെങ്കിൽ ഗവൺമെന്റ് അത് കറക്റ്റ് ചെയ്യണം. നമ്മുടെ തിരുത്തൽ രീതി പ്രബുദ്ധത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആര് അധികാരത്തിൽ വന്നാലും അവര് സമൂഹത്തിന് ക്ഷേമകരമായ കാര്യങ്ങളിൽ വ്യാപൃതരാവണം. ഭരണകൂടമായാലും ഭരണീയരായാലും സമൂഹത്തിന് ഹാനികരമായ സമീപനങ്ങൾ ഉണ്ടായാൽ നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവരെ ഉണർത്തുക, ഉത്ബോധിപ്പിക്കുക, സ്വീകരിക്കാവുന്ന സമര രീതികൾ സ്വീകരിക്കുക, അതാണ് പ്രസ്ഥാനത്തിന്റെ രീതി. സംഘടനയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനം നിർമ്മാണാത്മക രാഷ്ട്രീയം എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭരണകൂട രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിന് ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് മെമ്പേഴ്സുള്ള ഈ ഓർഗനൈസേഷൻ അത്രയും മെമ്പേഴ്സിനെ രാജ്യത്തിനോട് സ്നേഹമുള്ളവരും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരും ധാർമ്മിക ജീവിതമുള്ളവരുമാക്കി മാറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. വിദ്യാഭ്യാസപരമായി ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോ ദശലക്ഷക്കണക്കിന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ബേസിക്കലി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അവ രാഷ്ട്രീയം എന്നതിനെ നമ്മൾ നിർവഹിക്കുന്നിടത്ത് സമൂഹം കുറച്ചുകൂടി പ്രബുദ്ധരാവേണ്ടതുണ്ട് എന്നാണ്. നമുക്ക് ഒരു കക്ഷിയോടൊപ്പം നിന്നുകൊണ്ട് ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പാർട്ടായി ഒരു മെമ്പറെ സമീപിക്കണം എന്നില്ല. ആര് ഭരിച്ചാലും രാഷ്ട്രത്തിന് ക്ഷേമകരമായി അവരെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ നല്ലത് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുകയും നല്ലത് ചെയ്യുന്നവരെ തെരഞ്ഞെടുക്കാനുള്ള ആന്തരിക ശക്തി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വലിയ രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും പല പ്രദേശങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ ക്ലാഷുകളെക്കുറിച്ചോ അല്ലെങ്കിൽ ന്യൂനപക്ഷ പീഡനങ്ങളെക്കുറിച്ചോ ഒക്കെ നമ്മൾ സംസാരിക്കാറോ എഴുതാറൊക്കെ ഉണ്ട്. ആ ന്യൂനപക്ഷങ്ങൾ പ്രബുദ്ധരാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ നിരന്തരമായി സന്ദർശിക്കുന്നവരും നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് പോകുന്നവരുമാണ്. അവിടെയുള്ള ആളുകൾ വിദ്യാഭ്യാസപരമായി പ്രബുദ്ധരായാൽ അവർക്ക് തന്നെ അതിജീവനത്തിന്റെ ശക്തി ഉണ്ടാവും. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ വേദികളിലും മറ്റും ന്യൂനപക്ഷങ്ങൾ മർദ്ദിക്കപ്പെടുന്നു എന്ന പ്രഭാഷണങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടു പോകും. ഞങ്ങൾ നിർമ്മാണപരമായ ചില ഇടപെടലുകൾ നടത്തുന്നവരാണ്. ഓരോ പ്രദേശത്തെയും എല്ലാ ജനവിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക. അപ്പോൾ അവർ അവകാശത്തെക്കുറിച്ച് ഉത്ബുദ്ധരാകും. സ്വാഭാവികമായും അവിടുത്തെ ഭരണകൂടങ്ങൾ തിരുത്തേണ്ടി വരും. അങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരത്തെക്കുറിച്ചാണ് നമുക്ക് എപ്പോഴും ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരിടത്തുണ്ടായ ഒരു ഇഷ്യൂ എല്ലായിടത്തും പറഞ്ഞ് എല്ലായിടത്തും ആ ഇഷ്യൂ വ്യാപിപ്പിക്കുക എന്നത് ഒരു ശുഭകരമായ കാര്യമല്ല. എന്നാൽ നിയമപരമായി നേരിടേണ്ടത്, കോർട്ടുകളിൽ ചോദിക്കേണ്ടത് നിയമപരമായി നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. പല വിഷയങ്ങളിലും അങ്ങനെ ലീഗൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യപ്പറ്റ് ഇന്ന് ലോകത്ത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യാവകാശ ലംഘനങ്ങളാണ്.
അത് ചെറുതും വലുതുമായി നമ്മൾ പ്രാദേശിക തലത്തിലും ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനുഷിക മൂല്യങ്ങൾ പരിഗണിക്കാതെയുള്ള സ്വാർത്ഥ വിചാരങ്ങളാണ്. നമുക്ക് മൊത്തം ഒരു ഹ്യൂമാനിറ്റി എന്ന് വിശാലമായി കാണാനും എന്റെ ഡ്യൂട്ടി എന്റെ സമൂഹത്തിൽ എന്താണ്, ഞാൻ നടന്നു പോകുന്ന വഴിയിൽ ഒരാൾ കരയുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഇയാൾക്ക് വെള്ളം കൊടുത്തില്ല എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇയാൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക എന്ന വിചാരത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രാഥമികമായി ഈ പ്രമേയം ലക്ഷ്യം.